Hi guys, welcome to my channel. In the cover the topic is Australia versus India. Which is better? Okay, wait. Clickbait. This is not going to be a simple answer of one country is better than the other, but this is more of an analysis from my end. So this is my analysis on what works in one country, what doesn't, so you can make an informed decision. So, welcome to my channel. Begin my analysis itself, let's do a bit of a flashback. Like, why did we decide to come to this country? Either a few different reasons on that. ജനിച്ചത് സൗദി അറേബ്യയിലാണ്. എനിക്കൊരു 4 വയസ്സൊക്കെ ആയപ്പം എൻ്റെ പേരൻസ് ഡിസൈഡ് ചെയ്തു സൗദി ലൈഫൊക്കെ മതി, ഇന്ത്യയിലോട്ട് തിരിച്ചു വരാം. എൻ്റെ അപ്പയാണെങ്കിൽ ഭയങ്കര ഇക്കണോമിക് ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. സോ ആ ടൈമിലായിരുന്നല്ലോ, ദിസ് ഐ തിങ്ക് വാസ് 1991-92. ആ ടൈമിലായിരുന്നു വെൻ ദ ഗ്ലോബൽ ട്രേഡ് ഓപ്പൺ ഫോർ ഇന്ത്യ. സോ ഇന്ത്യ ഇസ് ഗോയിങ് ടു ബി എ വെരി ബൂമിങ് ഇൻഡസ്ട്രി എന്ന ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു വരാനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തത്. സോ എനിക്ക് അങ്ങനെ സൗദിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു റെസിഡ്യൂവൽ ഇഫക്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് എ ലോട്ട് ഓഫ് NRI റിട്ടേണിംഗ് കിഡ്സ് വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. നമ്മളിപ്പോൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നാട്ടിൽ സെറ്റിൽ ചെയ്താലും അതിൻ്റെ ഒരു എവിടേക്കോ ഒരു എഫക്ട്സ് ബാക്കിയുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാവാം, ഡ്രസ്സ്, സംസാരിക്കുന്ന രീതി, തിങ്കിങ് രീതി ഒക്കെ ആവാം. ബിക്കോസ് എൻ്റെ ചേച്ചിമാരൊക്കെ അവിടെ അവരുടെ ഫുൾ സ്കൂളിംഗ് ഒക്കെ അവിടെ തന്നെയാണ് ചെയ്തത്. സോ അത്രയും നാൾ അവരവിടെ ആയിരുന്നുകൊണ്ട് അതിൻ്റെതായ ഒരു എഫക്റ്റ് അവരുടെ അടുത്തുണ്ടായിരുന്നു. സോ അത് തന്നെ എൻ്റെ അടുത്തും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിലും ഞങ്ങൾ സിസ്റ്റേഴ്സ് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ ഇംഗ്ലീഷിലാണ്. ആൻഡ് ദാറ്റ് വാസ് നോട്ട് ഒരു അന്ന ടൈമിൽ അതെല്ലാവരും ചാടാന്നൊക്കെ പറയുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് അങ്ങനെയല്ല. ഇന്ന് എനിക്ക് എൻ്റെ പിള്ളേരെ കാണുമ്പോൾ അത് മനസ്സിലാകും. ബിക്കോസ് ദാറ്റ് ബിക്കംസ് യുവർ ഒരു കംഫർട്ട് ലാംഗ്വേജ്. സോ ദെൻ അത് നമ്മൾ ആരെ കാണിക്കാനൊന്നുമല്ല, നമ്മുടെ ഒരു കോമൺ ഒരു ലാംഗ്വേജ് ആയിട്ട് അതങ്ങ് മാറുന്നതാണ്. ആൻഡ് സോ അങ്ങനെ ചില കാര്യങ്ങൾ എനിക്ക് അത്രയും അങ്ങോട്ട് നാട്ടിൽ വന്നിട്ടും ഞാൻ നാട്ടിൽ പഠിച്ചതാണെങ്കിൽ കൂടി ചില കാര്യങ്ങൾ എനിക്ക് അത്ര ഫിറ്റിനാവുന്നില്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് വേറെ കുറേ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ലൈക്ക് ഇപ്പം ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ കുറേ കൂടെ ഒരു വെസ്റ്റേണൈസ്ഡ് ഒരു അപ്ബ്രിങ്ങിങ് ആയിരുന്നു. ലൈക്ക് നമ്മളിപ്പം ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ താങ്ക് യു പറയുക, all of that, like it was part of our upbringing. പക്ഷെ അന്നൊക്കെ നാട്ടിൽ നമ്മൾ കുറേ കളിയാക്കൽ കേട്ടിട്ടുണ്ട്, ഈ അമ്മയാണോ താങ്ക് യു പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. But that was very normal for us. ഇപ്പം everybody is saying, oh you should say thank you, you should say sorry എന്നൊക്കെ ഇപ്പം എല്ലാവരുടെയും മൈൻഡ് സെറ്റ് കുറേ മാറുന്നുണ്ട്. പക്ഷെ 90s അങ്ങനെ അല്ലായിരുന്നോ. അപ്പം അതുകൊണ്ട് എനിക്ക് എവിടേക്കോ ഒരു ഫിറ്റിനാവുന്നില്ല എന്ന് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ പുറത്തേക്കൊക്കെ പോയാൽ ചിലപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ബ്ലെൻഡിനാവാൻ പറ്റും എന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. സോ എവിടേക്കോ ഒരു ആഗ്രഹം ഇങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അതിനായിട്ട് ഭയങ്കര കഠിനാധ്വാനം ചെയ്യലോ അങ്ങനെയൊന്നും ഞാൻ പേഴ്സണലി ചെയ്തിട്ടില്ല. ഓൾവേസ് മോർ ഓഫ് എ ഗോ വിത്ത് ദ ഫ്ലോ, ലെറ്റ്സ് സീ വെയർ ലൈഫ് ടേക്സ് മീ എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് മനസ്സിൽ. അപ്പം അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, വി വർ വർക്കിംഗ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് സിസ്റ്റം ഫെയിലിയേഴ്സ് നമുക്ക് ഇന്ത്യയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ലിജോ ആദ്യം ജോയിൻ ചെയ്ത ഒരു ബാങ്ക്. അവിടെ ഹി വാസ് ഓൺലി ദെയർ ഫോർ ലൈക്ക് 3 months. ആ 3 months തന്നെ ഹി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് best performers. Like he is a salesman, he can sell anything and he was doing really well. പക്ഷേ അതൊരു പബ്ലിക് സെക്ടർ ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ബാങ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സോറി എൻ്റെ റോബോട്ട് എൻ്റെ നടക്ക് പോകുന്നു. എനിവേസ് ഈ പബ്ലിക് സെക്ടർ ലിങ്ക് ബാങ്ക് ആയതുകൊണ്ട് റോബോട്ടിൻ്റെ ക്യാമറ പബ്ലിക് സെക്ടർ ലിങ്ക് ബാങ്ക് ആയതുകൊണ്ട് അവർക്ക് ലിജോയുടെ ക്വാളിഫിക്കേഷൻ, ലിജോ ഓസ്ട്രേലിയയിൽ നിന്നാണ് MBA എടുത്തത്. സോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല.
ഇത് ക്യാമ്പസ് പ്ലേസ്മെന്റും കഴിഞ്ഞ് ജോലിയും കിട്ടി സാലറി വരാറായപ്പോഴാണ് ഇവർക്ക് ഇത് പെട്ടെന്ന് റെവലേഷൻ വരുന്നത്. So he was not paid for 3 months. 3 months salary കൊടുത്തയില്ല the time he was there because they were investigating. And he was still continuing to work. He was just slogging for them and all of that. And in the end of 3 months, they were like, oh, ഞങ്ങളുടെ പോളിസിക്ക് എതിരെയാണ്, unfortunately we cannot keep you, we have to let you go എന്ന് പറഞ്ഞിട്ട് they had to let him go, which was so unfortunate because campus placements അറിയാലോ, ഒരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ you can't apply anywhere else, so you can't sit for any other interviews. That is there. And end of day, yeah, fine. And by the end of 3 months, he got a lump sum ആയിട്ട് salary കൊടുത്ത് he was happy because ആ പൈസ വെച്ചിട്ട് ആൾ ഒരു ബുള്ളറ്റ് ഒക്കെ മേടിച്ച് നല്ല അടിച്ചു പൊളിച്ച് നിൽക്കാൻ തുടങ്ങി. But still, that's not the point. Anyways, അത് കഴിഞ്ഞിട്ട് he got in another place and അവിടെ the amount of work, overwork എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. 6 days, sometimes even 7 days. അവർക്ക് ഇവന്റ്സ് ഒക്കെ ഉള്ളപ്പോഴത്തേന് രാവെന്നും പകലൊന്നും ഇല്ലാതെ ഉള്ള വർക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. The work, kind of work he was doing there was amazing. Like the exposure he got was really great actually. He got to really see a lot of ambassadors and ministers and chalaba ministers in the speeches where he was writing. And so the amount of like exposure there was absolutely amazing. പക്ഷേ എൻഡ് ഓഫ് ഇയർ റിവ്യൂസ് ഒക്കെ കാര്യങ്ങൾ വരുമല്ലോ, അത് വന്നപ്പോഴത്തേനും ആളുടെ ബോസ് നൈസായിട്ട് ആളെ അങ്ങ് സൈഡ് ലൈൻ ചെയ്ത് ലിജോയ്ക്ക് അന്ന് 1000 rupees per annum ഇൻക്രിമെന്റ് ആണ് കൊടുത്തത്. ആൻഡ് ഈ ബോസ് ആണെങ്കിൽ നൈസായിട്ട് ഡബിൾ പ്രൊമോഷൻ ഒക്കെ എടുത്ത് ആള് പോവുകയും ചെയ്തു, കേരളത്തിൽ നിന്ന് പുറത്തു പോയി. അങ്ങനെ അത്രയ്ക്ക് ഒരു ഭയങ്കര ഒരു അനീതി നമുക്ക് അവിടെ ഫീൽ ചെയ്തു. അന്ന് രാത്രി ലിജോ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഓസ്ട്രേലിയക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തതാണ് അന്ന് രാത്രിയില. എനിക്ക് ഇത്രയും മാത്രം ഡ്രാമയൊന്നും എൻ്റെ വർക്കിലില്ലായിരുന്നു. ഐ കൈൻഡ് ഓഫ് ലൈക്ക് മൈ ജോബ്. 5 ദിവസം മാത്രം ജോലിയൊക്കെ പോയാൽ മതി, സോ ദാറ്റ് വാസ് ഫൈൻ. പക്ഷെ എന്നാലും ഓഫീസ് പോളിറ്റിക്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ലൈക്ക് ഐ സ്റ്റിൽ റിമെമ്പർ, ഐ തിങ്ക് വൺ വാസ് വെയർ ഞാനൊരു ഫുൾ പ്രോജക്റ്റ് എൻ്റെ മാത്രം ഐഡിയേഷൻ മുതൽ എക്സിക്യൂഷൻ എല്ലാം ഞാനായിരുന്നു അതിൻ്റെ. ഐ വാസ് ലയസിങ് വിത്ത് US കൗണ്ടർ പാർട്സ് ഒക്കെ ചെയ്തിട്ട് ഈ പറയുന്ന അവാർഡ് സെറമണിക്ക് എൻ്റെ ബോസ് നൈസായിട്ട് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത്, സർട്ടിഫിക്കറ്റ് പോട്ടെ അതിനെന്തോ 20,000 രൂപയായിരുന്നു അതിന് ക്യാഷ് പ്രൈസ്. അതെനിക്ക് പോയത് സഹിച്ചില്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് മെന്റലി എഫക്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ ഫസ്റ്റ് ജോബാണ്. സോ ദെൻ ഐ ജസ്റ്റ് തോട്ട് അത് കോർപ്പറേറ്റ് ലൈഫിൻ്റെ ഒരു പാർട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഐ ജസ്റ്റ് ലെറ്റ് ദാറ്റ് ബി. ബട്ട് യെസ്, അങ്ങനെ കുറച്ച് നമുക്ക് ബാഡ് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വി വർ ലൈക്ക് ഓക്കെ ലെറ്റ്സ് മൂവ് കൺട്രീസ്, ലെറ്റ്സ് സ്റ്റാർട്ട് എ ഫ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാരണം കണ്ട് മാത്രമല്ല കേട്ടോ മൂവ് ചെയ്തത്, നമുക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ബിക്കോസ് ലിജോ പഠിച്ചത് ഓസ്ട്രേലിയയിലാണ്. ഹി ലൈക്ക് ദ കൺട്രി, സോ ഹി ഓൾവേസ് വാണ്ടഡ് ടു ലൈക്ക് മൂവ് ഓവർസീസ്. പക്ഷെ ഇത് ഒരു ഫയർ ആഡ് ചെയ്താലല്ലേ റോക്കറ്റ് ഒക്കെ പോവുള്ളൂ. അതുപോലെ ദിസ് വാസ് എ ബിറ്റ് ഓഫ് എ ഫയർ ദാറ്റ് ജസ്റ്റ് പുഷ് സ്റ്റാർട്ടഡ് ദ ഹോൾ പ്രോസസ്. അപ്പം അങ്ങനെ നമ്മൾ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. പേപ്പേഴ്സ് PR പേപ്പേഴ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പം ആദ്യത്തെ സബ്മിഷൻ പക്കയായിരിക്കണം കേട്ടോ. ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പിന്നെ അത് കറക്റ്റ് ചെയ്യാമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഫസ്റ്റ് സബ്മിഷൻ തന്നെ കറക്റ്റ് ആവണം. നമ്മൾ മാക്സിമം പോയിന്റ്സ് കിട്ടാവുന്നിടത്ത് എല്ലായിടത്തും നമ്മൾ പോയിന്റ്സ് കിട്ടി. നമ്മൾ ആ ഒരു ലാഡർ ഉണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളവരെ അവർ പ്രയോറിറ്റൈസ് ചെയ്യും. സോ നമ്മൾ മാക്സിമം നമുക്ക് കിട്ടാവുന്നതിൽ മാക്സിമം പോയിന്റ്സ്, അതിനൊരു ബേസ് മാർക്ക് ഉണ്ട്, അത് കിട്ടിയാൽ അവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടാനായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ അതിന് ഡെഫിനറ്റ്ലി അതിൻ്റെതായ നമുക്ക് ഈ ക്യൂലൊക്കെ നമ്മൾ കുറെ കൂടെ ഫ്രണ്ടിലോട്ടൊക്കെ പോകും. അപ്പം അങ്ങനെ ദിസ് വാസ് വാട്ട് 13-14 years ബാക്ക് കേട്ടോ. സോ ഒരുപാട് അതിൽ നിന്ന് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ മാറി. പക്ഷെ എന്നാലും ആ ഒരു ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്തു. ഒരു 4 മാസം എടുത്തു നമുക്ക് PR-ന്റെ ഇൻവൈറ്റ് വരാനും. അങ്ങനെ നമ്മൾ ഇവിടുത്തെ നാട്ടിലെ ജോബ്സ് എല്ലാം ക്വിറ്റ് ചെയ്ത് വി ഡിസൈഡഡ് ടു മൂവ്. ഇത് ഒരു ഡിസംബർ മാസമാണ്, ഡിസംബർ 2013 ആണ് നമ്മൾ മൂവ് ചെയ്തത്. സോ ജസ്റ്റ് ലൈക്ക് 2 suitcases in hand and just dreams, no plans ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തത്. ഓൾറൈറ്റ്, അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ
ജോലിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ദെൻ ഒരു 6 മാസം 7 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ വീട് പണിയാനായിട്ട് വി ഗേവ് ആ ഡെപ്പോസിറ്റ്. ആ ടൈമിലുള്ള വി ഗോട്ട് എ കാർ. സോ അങ്ങനെയൊക്കെ കുറേയൊക്കെ നമ്മൾ ഈ പറയുന്ന സെറ്റിൽഡ് ലൈഫിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. So yes, coming back to our main point of which is better. നാടിനെ കുറിച്ചിട്ട് വൺ തിങ് ഐ കൻ സേ ഈസ് ഞങ്ങൾ പോയ കേരള അല്ല ഇപ്പോഴത്തെ കേരളം. ലൈക്ക് എസ്പെഷ്യലി എൻ്റെ മോസ്റ്റ് റീസെൻറ്റ് ട്രിപ്പിലാണ് ഭയങ്കര ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും നാൾ എനിക്ക് ഫീൽ ചെയ്യാത്ത ഒരു ചേഞ്ച് പെട്ടെന്ന് ഫീൽ ചെയ്യായിരുന്നു. ആൻഡ് ഐ തിങ്ക് കോവിഡ് definitely played a huge part in it, because appathenu the entire state became very digitized. എനിക്ക് ബാക്കി ഞാൻ സ്റ്റേറ്റ് എന്താ കേരളത്തിനെ കുറിച്ച് പറയുന്നത്, എനിക്ക് വേറെ സ്റ്റേറ്റ്സിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇറ്റ് ബിക്കം സോ ഡിജിറ്റൈസ്ഡ്. എല്ലാം എവിടെ ചെന്നാലും there is UPI and Google Pay and സത്യം പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പോലും അത്രയും ഡിജിറ്റൈസ്ഡ് അല്ല. ലൈക്ക് പീപ്പിൾ സ്റ്റിൽ പ്രിഫർ ക്യാഷ്. ഇവിടെ ക്യാഷ് ഇസ് കിങ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ സ്ലോഗൻസ് ചൊല്ലലും ആൾക്കാർ ATM പോയി സമരം ചെയ്യലും, ലൈക്ക് ഒരു ദിവസം തന്നെ ദേ ആർ ടേക്കിംഗ് ഔട്ട് ക്യാഷ് ടു പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ഡിജിറ്റൽ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഒരു മൈൻഡ് സെറ്റ്, ഒരു ക്യാഷ് മൈൻഡ് സെറ്റ് ഉണ്ട് പലർക്കും ഇവിടെ. പക്ഷെ നാട്ടിലത് ഒട്ടുമില്ല. എവറി സിംഗിൾ പേഴ്സൺ ഇസ് നൗ ഡിജിറ്റൈസ്ഡ് ആൻഡ് ദേ യൂസ് ഗൂഗിൾ പേ, വിച്ച് ഇസ് സോ ക്രേസി. As NRIs, it's not great for us because ഇപ്പോൾ പലയിടത്തും കാർഡ് എടുക്കുന്നില്ല, എല്ലാം ഗൂഗിൾ പേ ആണ്. നമുക്ക് ഗൂഗിൾ പേ ഇല്ല ബിക്കോസ് നാട്ടിൽ അക്കൗണ്ട് ഇല്ല. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ദോസ് തിങ്സ് ഡെഫിനറ്റ്ലി സർപ്രൈസ് മീ. ആൻഡ് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ഹാസ് പ്ലേഡ് എ ഹ്യൂജ് പാർട്ട്. അത് ദ ബോർഡേഴ്സ് ആർ ഫെയിലിംഗ് എന്ന് പറയും. ഇപ്പം പലപ്പോഴും നമ്മളൊരു പുറത്തൊരു കൺട്രി പോയി കിട്ടുന്ന ഒരു എക്സ്പോഷർ നമുക്കിപ്പോൾ പലർക്കും സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. പല കൺട്രീസിൽ എങ്ങനെയാണെന്നും അല്ലെങ്കിൽ അവരുടെ ഒരു വേ ഓഫ് ലൈഫ് എങ്ങനെയാണെന്നും. ആൻഡ് പീപ്പിൾ വോണ്ട് ടു ലൈക്ക് ഇൻകോപ്പറേറ്റ് ഗുഡ് തിങ്സ് ഇൻ ദെയർ ലൈഫ് ഈവൻ ഇൻ ഇന്ത്യ. അപ്പം അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറുന്നുണ്ട്. Everyone's living a very luxurious kind of life. The food options are crazy. Like ഇല്ലാത്ത cuisine ഇല്ല. ഇവിടെയൊക്കെ എല്ലാ കടകളും 5 മണിക്ക് അടച്ചു പോകും. അവിടെ 12 മണിയൊക്കെ വരെ the life is still there. It is such an emerging place, emerging economy. People are like full of life and it's beautiful. It's absolutely beautiful. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഒരു സംശയമില്ല. But ഇവിടെ there are other things that work in our favor. And these are things നമ്മൾ ഒരു നോർമൽ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ നോട്ടീസ് പോലും ചെയ്യില്ല. പക്ഷെ അതില്ലാത്തപ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. And I'm talking about everyday things like clean parks, walkways. ലൈക്ക് നമ്മുടെ ഫുട്പാത്ത് ഇല്ലേ, റോഡിൻ്റെ ഒക്കെ സൈഡിലുള്ള ഫുട്പാത്ത്, അതും ഒരു ബമ്പും അല്ലെങ്കിൽ കുഴിയോ ഒന്നും ഇല്ലാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫുട്പാത്ത്. അങ്ങനെ അല്ലെങ്കിൽ യുനോ ജസ്റ്റ് ദോസ് one big thing that really is close to my heart is how disabled friendly this country is. Like ഒരാൾക്കൊരു ഡിസബിലിറ്റി ഉണ്ടെങ്കിലും അവർക്ക് വളരെ ഡിഗ്നിറ്റിയോടുകൂടെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ലൈഫ് അവർക്ക് ലിവ് ചെയ്യാം, വിച്ച് അൺഫോർച്ചുനേറ്റ്ലി നാട്ടിൽ ഇപ്പോഴും ആയിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് എ സാഡ് റിയാലിറ്റി. അത് എപ്പോൾ ആകും എന്നെനിക്കറിയില്ല. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. വൺ, ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ടു അഡ്ജസ്റ്റ് ടു ഇറ്റ്. ലൈക്ക് നാട്ടിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പോലും ഇസ് നോട്ട് ഡിസേബിൾ ഫ്രണ്ട്ലി. നമ്മളൊരു ബസ്സിൽ കയറണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി പോകണം, അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ കയറണമെങ്കിൽ വലിയ കാട്ട് ഒരു ലാഡർ ഉണ്ട്, അത് കയറി പോകണം. ഒരു വീൽ ചെയറിൽ ഒരാൾ എങ്ങനെ പോകും? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഗ്രാൻഡ് മദറിനെ ഞങ്ങൾ ട്രെയിനിൽ കയറാനായിട്ട് വി ഹാഡ് ടു ടേക്ക് ഹർ ഇൻ ദ ട്രെയിൻ ആൻഡ് ദേ വർ ലൈക്ക് വി ഹാവ് വീൽ ചെയർ അസിസ്റ്റൻസ്. അവിടെ ചെന്നപ്പോൾ റാമ്പില്ല, ഒന്നുമില്ല. ആൻഡ് ലൈക്ക് വീൽ ചെയർ അസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു 4 മനുഷ്യർ വന്നു എന്നിട്ട് പൊക്കി കയറ്റുകയാണ്. ദാറ്റ് ഇസ് ദർ വീൽ ചെയർ അസിസ്റ്റൻസ്. ലൈക്ക് ദാറ്റ് ഈസ് നോട്ട് ഓക്കെ. ലൈക്ക് ആ ഒരു പൊക്കില്ല വീണാൽ എന്ത് ചെയ്യും? ആര് സമാധാനം പറയും? ദേ ആർ നോട്ട് ട്രെയിൻഡ് പീപ്പിൾ. They have no training, nothing. They are just there to help. Obviously those people are also doing their jobs, but then like the system is not right. It is not right. It's not fair. Like ആരെങ്കിലും ഇപ്പോൾ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കടയിൽ പോയി എല്ലാം ചെയ്ത് കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ട് ഒരു ലൈഫ് ലിവ് ചെയ്യുക എന്ന് പറയുന്നത് ഇസ് വെരി വെരി ഹാർഡ് ഇന്ത്യയിൽ.
മേ ബി കുറച്ച് പേര് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത്. അവരെയൊക്കെ ഡീപ്പ് റെസ്പെക്ട് ഫോർ ദം. പക്ഷേ ഒരു നോർമൽ പേഴ്സൺ അത് പലപ്പോഴും ചെയ്യാൻ പറ്റില്ല, വിച്ച് ഇസ് സോ സാഡ്. ആൻഡ് ദ മൈൻഡ് സെറ്റ് ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അവർക്ക് ഡിസബിലിറ്റി ഉണ്ട്, അവർ സൈഡിലിരിക്കട്ടെ എന്നൊരു മൈൻഡ് സെറ്റും ഭയങ്കര സ്ട്രോങ് ആയിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും നാട്ടിലുണ്ട്. ഇവിടെ എത്ര ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ലൈക്ക് പലപ്പോഴും ഞങ്ങൾ ഈവൻ 5-star ഹോട്ടൽസിലൊക്കെ പോയി കഴിക്കാൻ പോയാലും there are people who are fully disabled who can only eat through their like their എന്താ ഫുഡ് പൈപ്പ്. അങ്ങനത്തെ അവർ വരെ അവരുടെ ആ ഒരു വീൽ ചെയറിൽ അവിടെ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഓർക്കും അവർക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ, പക്ഷെ അവർക്ക് മനസ്സിലാകും. ദാറ്റ് എഫക്ട്സ് ദം ഇന്റേർണലി, ലൈക്ക് ദേ ആർ ഏബിൾ ടു എൻജോയ് ഇറ്റ്, ദേ ആർ ഏബിൾ ടു എക്സ്പീരിയൻസ് ഇറ്റ്. അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഇസ് ഓൾസോ ലൈക്ക് ആ ഒരു ഡിഗ്നിറ്റി എല്ലാവർക്കും കൊടുക്കും, ഡിസ്പൈറ്റ് വെദർ ദേ ഫിറ്റ് ഇൻ ടു എ ബോക്സ് ഓർ ഡിസ്പൈറ്റ് their എബിലിറ്റീസ്. ഒരു ഡിഗ്നിറ്റി, ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി അതിവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ദ ക്ലെൻലിനെസ് ഇസ് എ ബിഗ് ഫാക്ടർ. സി ക്ലെൻലിനെസ് ഐ ഹാവ് എ ലോട്ട് ടു സേ അബൌട്ട് ഇറ്റ്. പബ്ലിക് പ്ലേസസ് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി സിംഗിൾ പേഴ്സൺ. പക്ഷെ പലപ്പോഴും ഇപ്പൊ നാട്ടില് ബിന്നില്ല. നമുക്കൊരു വേസ്റ്റ് ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഇടാൻ ബിന്നില്ല. നമ്മളൊരു ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ആ റാപ്പർ നമ്മൾ എവിടെ ഇടും? നമ്മളെല്ലായിടത്തും നോക്കും, ബിന്നൊന്നും കാണില്ല, നിലത്തോട്ടിട്ടിട്ട് അങ്ങ് പോകും. നമ്മൾ നോക്കുമ്പോഴത്തേനും 10-20 വേറെ കവേഴ്സ് അവിടെ ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു കവർ അവിടെ ഇട്ടാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. എവറിബഡി ഹാസ് ടു ചേഞ്ച് ദ മൈൻഡ് സെറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിൻസ് വെക്കണം, ദാറ്റ് ഇസ് ദർ. പക്ഷെ ബിൻസ് വെക്കുന്നവരെയെങ്കിലും take your own garbage. If you have caused that garbage, take it, put it in your bag, take it home and put it in your home bin. It's not that hard. Because ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും then everybody else just follows suit. ഞാൻ കഴിഞ്ഞാണ് നാട്ടിൽ പോയപ്പോൾ ഒരു ഫെയറിന് പോയി. അവിടെ അവരൊരു ബോൾ തന്നു, അതിൻ്റെ അകത്ത് ഫുഡൊക്കെ ആയിട്ട് ബോൾ തന്നു. അത് നമ്മൾ ഫുഡ് കഴിച്ചു, ബോൾ എന്ത് ചെയ്യും? അവിടെ എങ്ങും ബിന്നില്ല. അപ്പം ഞാൻ അവിടെ നിൽക്കുക, അപ്പം ഞാനത് കൈ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു കോർണറിലോട്ട് പുള്ളിയുടെ ബോൾ ഇട്ടു, അടുത്ത ആൾ വന്ന് അവിടെ ഇട്ടു. ഞാൻ അവിടെ നിന്ന് ഒരു 30 seconds to 1 minute തന്നെ അതൊരു വേസ്റ്റ് കൂമ്പാരായിട്ട് മാറി. ബിക്കോസ് ബാക്കിലൊക്കെ വരുന്നവർ ഇതാണ് നമ്മുടെ വേസ്റ്റ് ഇടുന്ന സ്ഥലം എന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ഇടും. സോ ദേ തിങ്കിങ് 10 സ്ഥലത്ത് ഇടുന്നതിനെക്കാളും അല്ലല്ലോ ഒരു സ്ഥലത്ത് ഇടുന്നത്. അവിടെ ഒരു ബിൻ വെച്ചാൽ ആൾക്കാർ അതിൻ്റെ അകത്ത് ഇട്ടേനെ. പക്ഷെ ഇറ്റ്സ് സോ ഇംബൈബ്ഡ് ഇൻ us, എവിടെ വേണേലും കളയാമെന്ന് പറഞ്ഞ് ഇറ്റ്സ് സോ ഇംബൈബ്ഡ് ഇൻ us. ലൈക്ക് ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ പെർത്തിൽ തന്നെ ഒരു ഒരു സെലിബ്രേഷന് പോയി. ഹോളി എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഇന്ത്യൻസ് ആണല്ലോ, മലയാളികൾ മാത്രമല്ല, ഒബ്വിയസ്ലി എല്ലാവരും ഉണ്ട്. ബട്ട് ദ വേ ദേ വർ ലീവിങ് ദ പാർക്ക്, ഇറ്റ് വാസ് ഷെയിംഫുൾ. ലൈക്ക് അവർ മറ്റേ കളേഴ്സിന്റെ പാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ കളേഴ്സ് പൊട്ടിക്കും, കളേഴ്സ് എറിയും, താഴ്വരയിലോട്ടിടും. അവിടെ വിന്നുണ്ട്. ദ വിൻ ഇസ് ലിറ്ററലി റൈറ്റ് there. There are big bins kept everywhere. Nope. Nobody wants to put it there, they just put it on the floor because it's somebody else's job to pick up. It is beneath them to clean up after themselves. Somebody is paid to do this, adondu avaru cheyate. No. Take your own rubbish, take your own garbage. Angane ellaru 1000 പേര് അങ്ങനെ individually ചെയ്താൽ we can keep public places clean. Obviously നാട്ടിലെ പോപ്പുലേഷൻ്റെ ഈ ഒരു പ്രോബ്ലം തന്നെ ഉണ്ട്, ദാറ്റ് ഇസ് ദെയർ. അതുകൊണ്ട് തന്നെ സ്പേസ് ഇല്ല. ഈ പറയുന്ന റോഡ് വേസിനൊക്കെ ഇപ്പം വാക്ക് വേസിനൊക്കെ പലപ്പോഴും സ്പേസ് കാണത്തില്ല, വിച്ച് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷേ ക്ലെൻലിനെസ് ഈസ് സംതിങ് ദാറ്റ് എവറിബഡി ക്യാൻ ഡു. അത് നമ്മൾ ചെയ്തേ പറ്റൂ. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എൻ എക്സ്ക്യൂസ് ഫോർ ഇറ്റ്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി സംതിങ്. മൈൻഡ് സെറ്റ് ഒക്കെ കുറേ മാറണം. പിന്നെ റോഡ്സ് ആണെങ്കിലും ലൈക്ക് again, that's what I'm saying, everyday life, everyday things, നമ്മൾ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും. ഇവിടെയൊക്കെ നല്ല റോഡ്സ് അത് ബെയർ മിനിമം, ലൈക്ക് കുണ്ടുകുഴി ഇല്ലാത്ത വഴി, പിന്നെ എന്തെങ്കിലും ഹമ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ബോർഡ്സ് പലയിടത്തും വെക്കും. ഒരു പോട്ട് ഹോൾ ഉണ്ടെങ്കിൽ ഒരു 10-20 സ്ഥലത്തായിരിക്കും അതിൻ്റെ വാർണിംഗ് സൈൻ, ദർ ഇസ് എ പോട്ട് ഹോൾ അഹെഡ്. അവിടെ കോൺസ് വെക്കുക, ലൈറ്റ് വെക്കുക, എല്ലാം. നാട്ടില് റോഡ്സ് തപ്പി നടക്കണം, മിക്കത് പോട്ട് ഹോളാ. അപ്പൊ അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അതുപോലെ ദ ട്രാഫിക് എറ്റിക്കറ്റ്, ഈ പറയുന്ന റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്ന സാധനം, എനിക്ക് തോന്നുന്നു അപ്പ പണ്ട് സൗദിയിലായതുകൊണ്ട് അപ്പൊ കുറേയൊക്കെ റൈറ്റ് ഓഫ് വേ അറിയായിരുന്നു. അപ്പയായിരുന്നു എന്റെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. സോ പണ്ട് മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് റൈറ്റ് ഓഫ് വേ എന്ന സംഭവം. ഇങ്ങനെ മെയിൻ റോഡിൽ കൂടെ പോകുന്ന ഒരാൾക്കാരുടെ റൈറ്റ് ഓഫ് വേ, അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് വേണം റൈറ്റിലോട്ട് പോകാൻ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ. അപ്പൊ ദാറ്റ് ഐ തിങ്ക് കൈൻഡ് ഓഫ് വാസ് ഇംബൈബ്ഡ് ഇൻ മീ. ഞാൻ ഇവിടെ വന്നിട്ട് പക്ഷെ ചില കാര്യങ്ങൾ എന്നാലും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ റൗണ്ട് അബൌട്ടിലൊക്കെ റൈറ്റ് ചെയ്ത് വരുന്ന വണ്ടിക്കാണ് റൈറ്റ് ഓഫ് വേ എന്നൊന്നും അറിയത്തുപോലും ഇല്ലായിരുന്നു.
നമ്മളൊക്കെ സ്ഥലം കിട്ടുവാണെങ്കിൽ എങ്ങനെയൊക്കെ എടുത്തോണ്ട് പോവുക, അങ്ങനെയാണല്ലോ നാട്ടിൽ ഓടിക്കുന്നത്. പക്ഷെ ഇവിടെ എവറിബഡി ഹാസ് റൈറ്റ് ഓഫ് വേ. എല്ലാവരും നോക്കും, എല്ലാവരും നോക്കുന്നുണ്ട്. ദർ ഇസ് എ സിസ്റ്റം, ദർ ഇസ് എ ഫ്ലോ. ആരും തന്നെ ഹോൺ അടിക്കില്ല. ഹോൺ അടിക്കുന്നതൊക്കെ ഇവിടെ തെറി വിളിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെ വെറുതെ ഒന്നും ഹോൺ അടിക്കില്ല. പക്ഷെ ഹോണിന്റെ കാര്യം പറയട്ടെ, ഇത്തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഭയങ്കര കുറവാണ് ഹോൺ കേട്ടത്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് ഓൾസോ സ്ലോലി ചേഞ്ചിങ്. ലൈക്ക് വെറുതെ ബേബി ബേബി എന്ന് കേൾക്കുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ചേഞ്ച്. വല്ല റൂള് വന്നു ഇനി ഹോൺ അടിക്കാൻ പാടില്ല, ഐ ഡോണ്ട് നോ. പക്ഷെ എന്തോ ഇത്തവണ അധികം കേട്ടില്ല. സോ ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അപ്പം അങ്ങനത്തെ കുറച്ച് ഡെയിലി ലിവിങ് കാര്യങ്ങൾ ഇവിടെയാണ് നമുക്ക് കുറെ കൂടെ കംഫർട്ട്. നൗ കംസ് ദ ബിഗ് വൺ, മണി. എല്ലാവരും ഈ പറയുന്ന പുറത്തു പോകുന്നത് പൈസ ഉണ്ടാക്കാനാണ് എന്നൊരു സംഭവമാണല്ലോ. മണിയുടെ കാര്യത്തിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്. വൺ ഈസ് നമ്മളിപ്പം അവിടെ ചെന്നിട്ട് അവൾക്ക് 5 ലക്ഷം രൂപ മാസം കിട്ടും എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ഈ 5 ലക്ഷം രൂപ മാസം കിട്ടിയാൽ 4.5 ലക്ഷം രൂപ ചെലവുണ്ട്. അപ്പോൾ ഒരു 50,000 രൂപയായിരിക്കും സേവ് ചെയ്യുന്നത്. ഈ സേവിങ്സ് നമുക്ക് നാട്ടിലും ചെയ്യാം. ഒരു 50,000 രൂപയൊക്കെ നല്ലൊരു 2 പേർക്കും സാലറി ഒക്കെ ഉണ്ടെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. അപ്പം യെസ്, ഈ പറയുന്ന സേവിങ്സ് അധികം ഉണ്ടാവില്ല, ബിക്കോസ് എക്സ്പെൻസസ് ആർ ഓൾസോ ദാറ്റ് ഹൈ. പക്ഷെ നമുക്ക് പല കാര്യങ്ങളും കുറെ കൂടി ഈസിലി നമുക്കിവിടെ അഫോർഡ് ചെയ്യാം. ലൈക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടത്, ദാറ്റ് മേഡ് സോ മച്ച് സെൻസ് ടു മീ. ഇപ്പം ഒരു ഐഫോൺ മേടിക്കണമെങ്കിൽ ഇവിടെ 2 ആഴ്ച ജോലി ചെയ്താൽ മതി, നാട്ടിലാണെങ്കിൽ 6 മാസം ജോലി ചെയ്യണം. ഒരു കാറ് മേടിക്കണമെങ്കിൽ ഇവിടെ 1 വർഷം ജോലി ചെയ്താൽ മതി, നാട്ടിലാണെങ്കിൽ ഒരു 5 വർഷം ജോലി ചെയ്യണം. ആ ഒരു ഡിസ്പാരിറ്റി ഇസ് ദയർ ബിക്കോസ് സംഭവത്തിന്റെ പ്രൈസ് സെയിം ആണ്, പക്ഷെ നമ്മുടെ സാലറി അത്രയും ഹൈ അല്ലാത്തതുകൊണ്ടും പിന്നെ ഇവിടെ ലോൺസ് കുറെ കൂടെ എളുപ്പത്തിൽ കിട്ടും, അതുകൊണ്ടും അങ്ങനെയൊക്കെ ഡെപ്പോസിറ്റ് ഒക്കെ ഇവിടെ പലപ്പോഴും കുറവാണ് വേണ്ടിയത്, ലൈക്ക് ലോൺസിന്. അപ്പൊ അതുകൊണ്ടൊക്കെ ദ അഫോർഡബിലിറ്റി ഫോർ those bigger purchases are a little more easier നാട്ടിലേക്കാട്ടി. Another one is schooling. Schooling എന്ന് പറയുമ്പം രണ്ടും ആണിന്റെ വ്യത്യാസമാണ്. And I'm not saying in terms of quality, I'm saying in terms of the way of teaching. Because നാട്ടില് ഒരാളോട് സംസാരിച്ചപ്പോഴത്തേനും they were like കിൻഡർ ഗാർഡൻ പോയിട്ട് ഡേ കെയറിൽ പോകുന്ന കൊച്ചിന് യൂണിഫോം ഉണ്ട്, ബുക്സ് ഉണ്ട്, ഹോംവർക്ക് ഉണ്ട്, എല്ലാം ഡേ കെയറിൽ പോകുന്ന കൊച്ചിന്. ഇവിടെ 2nd സ്റ്റാൻഡേർഡിൽ പോലും അവർക്ക് ഹോംവർക്ക് ഇല്ല. സോ the way of teaching is completely different. ഇവിടെ കുറെ കൂടെ ഒരു ചൈൽഡ് ലെഡ് കൈൻഡ് ഓഫ് ലേണിംഗ് ആണ്. അവർക്ക് തോന്നണം പഠിക്കാനായിട്ട്, അവർക്ക് മെറ്റീരിയൽസ് കൊടുക്കും. യു ക്യാൻ റീസേർച്ച്, യു ക്യാൻ ഡു യുവർ ഓൺ ലേണിംഗ് ഇഫ് യു വാണ്ട്. ചെയ്തില്ലെങ്കിലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ നാട്ടിൽ ദർ ഇസ് വെരി ഹൈ പ്രഷർ, ലൈക്ക് വെരി ഹൈ കോമ്പറ്റീഷൻ. നല്ല പോലെ അവർ പഠിപ്പിക്കും. ഇവിടെയൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയാണ് നാട്ടിൽ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് രണ്ടും സെയിം ഏജിലുള്ള പിള്ളേരുടെ കമ്പാരിസൺ കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെയൊക്കെ ബേസിക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ലെവലിൽ നിൽക്കുമ്പോൾ നാട്ടിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ്, നല്ല റീഡിങ്, വലിയ വേർഡ്സ് ഒക്കെ സ്പെല്ലിങ് അങ്ങനെയൊക്കെയാണ്. അപ്പം ആ ഒരു ഡിഫറൻസ് ഇസ് ഡെഫിനറ്റ്ലി ദർ. ഇപ്പം ഓസ്ട്രേലിയയുടെ ഇപ്പം ദ ഹോട്ട് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇസ് നാപ്ലാൻ്റെ റിസൾട്ട്സ് വന്നു. നാപ്ലാൻ ഇസ് ലൈക്ക് എ നേഷൻ വൈഡ് ടെസ്റ്റ് ദാറ്റ് assesses kids at where they are. And unfortunately the levels have really gone down. So even if year 3 or year 5 ഉള്ള പിള്ളേരുടെ level of reading, writing and all is not where they want them to be. It's very low, which is a direct reflection of some of the schools, because ഒട്ടും തന്നെ അവർക്ക് ഇതില്ല, ലൈക്ക് ഒരു ഫോഴ്സ് ഇല്ല, നിങ്ങൾ ഇത് ചെയ്യണം എന്നോ അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ആൻഡ് പലപ്പോഴും പേരൻസ് ആണെങ്കിലും they don't force them to learn at home. But not at all surprisingly, the bilingual kids, immigrant ആയിട്ടുള്ള പിള്ളേർ, they have scored well. So അവരുടെ ചിലപ്പോൾ വീട്ടിൽ ഇതുപോലെ പേരൻസ് കുറെ കൂടെ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും പഠിക്കണം എന്ന്. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. സ്കൂളിൽ പോകുന്ന പിള്ളേർ പഠിക്കണമല്ലോ. അപ്പോൾ നമ്മളും വീട്ടിൽ കുറെ കൂടെ ഈ പറയുന്ന പ്രഷറും കാര്യങ്ങളൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ ട്യൂഷൻസ് കൊടുക്കാറുണ്ട്. ട്യൂഷൻസ് ഒക്കെ വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. ലൈക്ക് ഇപ്പം നാട്ടിൽ നിന്നാണ് പലരും ഓൺലൈൻ ട്യൂട്ടറിങ് ചെയ്യുന്നത്, ഓൺലൈൻ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ, ഫിറ്റ്നസ് എക്സ്പേർട്സിനെ ഒക്കെ നാട്ടിൽ നിന്ന് അവർ 1-on-1 ട്യൂഷൻ ചെയ്യുന്നു. ആൻഡ് ദോസ് ആർ ലൈക്ക് ക്രേസി തിങ്സ് ബിക്കോസ് അവരുടെ എക്സ്പെർട്ടീസ് ഇസ് അമേസിങ്, അവരുടെ നോളജ് ഇസ് ഗ്രേറ്റ്. ആൻഡ് നമുക്കിവിടെ ഒരു ഫ്രാക്ഷൻ ഓഫ് ദ കോസ്റ്റിന് കിട്ടും. കാരണം ഇവിടെ all those services are very expensive. So അങ്ങനത്തെ സർവീസസ് ഒക്കെ ഡെഫിനറ്റ്ലി നാട്ടിലെ
നമുക്ക് ഇപ്പം ബിക്കോസ് ഇന്റർനെറ്റ് ഇസ് ദെയർ, ഐ തിങ്ക് വി ആർ ഓൾസോ ഏബിൾ ടു ആക്സസ് എ ലോട്ട് ഓഫ് ദോസ് സർവീസസ്, വിച്ച് ഇസ് ഗ്രേറ്റ്. So schooling, again, it depends on what you want. Me personally, എനിക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുന്നത് താല്പര്യമില്ല. ബിക്കോസ് ദേ ആർ കിഡ്സ് ഫോർ എ വെരി ഷോർട്ട് ടൈം. അവർക്ക് ലൈഫ് ടൈം മൊത്തം എന്തായാലും സ്ട്രെസ് കിട്ടാനുള്ളതാണ്. അപ്പം ഇപ്പം they need to want to learn. So if they want to learn, I think we should also have that system where we can support them in that learning. So അവരൊരു സാധനം പഠിക്കണം, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ, as parents also, we should be involved in it. And we should be like, yep, we can go through it, we can find materials. എന്നൊക്കെ പറഞ്ഞിട്ട് we can encourage them to learn. കാരണം ലേണിംഗ് എന്ന് പറയുന്നത് അത് കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു ഹരമായിട്ട് മാറും. യു വോണ്ട് ടു ലേൺ മോർ ആൻഡ് മോർ. പേഴ്സണലി ഐ വോണ്ട് ദാറ്റ് ഫോർ മൈ കിഡ്സ്. ഐ വോണ്ട് ദം ടു വോണ്ട് ദാറ്റ്. അപ്പോൾ അത് പക്ഷേ ലോങ് പ്രോസസ്സാണ് കേട്ടോ. അത് പെട്ടെന്നൊന്നും വരത്തില്ല. ഇപ്പം എൻ്റെ മോൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ അവനൊരു ഇയർ 1 ഒക്കെ വരെ അവനൊട്ടും റീഡിങ് ചെയ്യില്ലായിരുന്നു. ടു എ പോയിന്റ് where we started getting concerned, like ഇത് ഓക്കെ ആണോ എന്ന് തന്നെ. പക്ഷെ നമ്മൾ again we kept giving him books, we kept reading with him and teaching him എല്ലാം. ഒരു ദിവസം എന്തോ സ്വിച്ച് ഇട്ട പോലെ he started to read. അത് നേരത്തെ ടീച്ചർ പറഞ്ഞായിരുന്നു, അങ്ങനെയാണ്, സ്വിച്ച് ഇട്ട പോലെയാണ്. ചില പിള്ളേർ, മിണ്ടാത്ത പിള്ളേരെ പെട്ടെന്ന് ഇങ്ങനെ ടാപ്പ് തുറന്ന പോലെ മിണ്ടുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ സഡൻലി he just started to read. And now അവൻ തന്നെ പറയും എനിക്ക് ഈ ബുക്ക് വേണം, ആ ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെ വായിക്കും. സോ അഗൈൻ ഇറ്റ് ഇസ് എ ലോങ് പ്രോസസ്. അത് പേഷ്യൻസോടെ നമ്മൾ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വഴക്ക് പറയുക, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ പോകും. സോ it depends, again, depends on what you want and how patient you are in the whole process. അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ വേറെ കുറേ കാര്യങ്ങൾ കുറച്ചുകൂടെ ആക്സസിബിൾ ആണ്. ഇപ്പം സ്വിമ്മിങ് ക്ലാസ്സസ് അല്ലെങ്കിൽ സോക്കർ ക്ലാസ്സസ്, അതൊക്കെ നമുക്ക് കുറേ കൂടെ ആക്സസിബിൾ ആയിട്ട് നമുക്ക് പിള്ളേർക്ക് ഈ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം. നാട്ടിൽ കൊടുക്കാൻ പറ്റില്ല എന്നല്ല കേട്ടോ, നാട്ടിലും കൊടുക്കാം. പക്ഷെ അതിനൊക്കെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മണി ഫാക്ടർ വരുന്നത്. നാട്ടിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ ആക്ടിവിറ്റീസിനും പോകാം ആൻഡ് ഇറ്റ് ബിക്കംസ് ആക്സസിബിൾ. പക്ഷേ അല്ലെങ്കിൽ it becomes a little difficult to afford all that. The next one is social connections. സോഷ്യൽ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒത്തിരി പേര് നാട്ടിൽ നിന്ന് വരുന്നത് തന്നെ ഈ സോഷ്യൽ കണക്ഷനെ പേടിച്ചിട്ടാണ്. കാരണം ആൾക്കാർ വി ആർ ഓൾവേസ് ആൻസറബിൾ ടു സമ്മൺ. ഇവിടെ എന്ന് പറഞ്ഞാൽ വി ആർ ഓൺ ആർ ഓൺ, നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാം. അങ്ങനെ ഒരു ആരും നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല വൈ ഡിഡ് യു ഡു സംതിങ്. ചെയ്താൽ അവർക്ക് ഓക്കെ, ചെയ്തില്ലെങ്കിൽ അവർക്ക് ഓക്കെ. അങ്ങനെ ഒരു നമ്മുടേതായ രീതിക്ക് പോവാം. ഇറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. പക്ഷെ അതിൻ്റെ അകത്ത് ലോൺലിനെസ് ശരിക്കും വരികയും ചെയ്യും. ലോൺലിനെസ് വരും, ലാക്ക് ഓഫ് സപ്പോർട്ട് വരും. സോ എസ്പെഷ്യലി നമുക്ക് പിള്ളേരും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് ആകുമ്പോഴത്തേനും എവറിത്തിങ് ഫോൾസ് ഓൺ അസ്. ലൈക്ക് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ വരുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ടൊരു ഓവർവെൽം വരാനുള്ള ചാൻസ് ശരിക്കും ഉണ്ട്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് എ വെരി ഡാർക്ക് റിയാലിറ്റി ദാറ്റ് ഈസ് ദെയർ. ബട്ട് അതിൻ്റെതായ പ്രോസ് ഉണ്ട്, where we can live our own life, that is also there. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഇവിടെയും പേരൻസ് നാട്ടിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും എന്നും ഒരു ഉള്ളിൽ ഒരു വേവലാതിയുണ്ട്, ഒരു ടെൻഷൻ, ഒരു ഗിൽറ്റ്, ലൈക്ക് അവരുടെ ഒരു ടൈം ഓഫ് നീഡിൽ നമ്മൾ ഇല്ലല്ലോ. ദാറ്റ് ഈസ് ഓൾസോ എ റിയാലിറ്റി. ആൻഡ് നമ്മളുടെ നാട്ടിൽ പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു ടൈം അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പിള്ളേർക്ക് ഗ്രാൻഡ് പേരൻസ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ലാംഗ്വേജ് ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ പിള്ളേർക്കൊക്കെ വരുന്നത് അതൊക്കെ കുറയും. സോ ദാറ്റ് ഈസ് ഓൾ ദെയർ. ഐ തിങ്ക് ദോസ് ആർ ഓൾ തിങ്സ് ദാറ്റ് വി ഹാവ് ടു ആക്സെപ്റ്റ് ആൻഡ് ബട്ട് ക്രിയേറ്റ് അവർ ഓൺ ട്രഡീഷൻസ് ആസ് വെൽ. സോ ഞങ്ങളൊക്കെ ഇവിടെ എല്ലാ സെലിബ്രേഷൻസും മാക്സിമം സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കും. അതിപ്പം ഇറ്റ് ഡസൻറ്റ് മാറ്റർ, അതിനൊരു റിലിജ്യൻ നമ്മൾ കൊടുക്കുന്നില്ല. We celebrate here Onam and Christmas and Eid and അങ്ങനെ നമുക്ക് പല ഫ്രണ്ട്സ് ഉണ്ട്, പലരും പല ദിവാലി എല്ലാവരും വിളിക്കും, എന്തിനേലും ഒക്കെ വിളിക്കും. സോ ദ കിഡ്സ് ഗെറ്റ് എക്സ്പോഷർ ടു ഓൾ ഓഫ് ദാറ്റ്. സോ ഇറ്റ്സ് എ different culture, different way of life. So we are forming our own cultures and traditions here. അങ്ങനെ വിചാരിച്ചാൽ കുറച്ചുകൂടെ നമുക്കൊരു പെർസ്പെക്റ്റീവ് കിട്ടും. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അയ്യോ ദിസ് ഈസ് വൺ തിങ്, മൈ ഗുഡ്നസ്. നാട്ടിൽ പോയിട്ട് എനിക്ക് ഏറ്റവും ട്രോമ തരുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്.
റാപ്പ്, ഒരു ബിസ്ക്കറ്റിന്റെ റാപ്പർ ഇതെവിടെ ഇടും? ഒരു 4-5 ബിൻ കാണും. 1 is for ഓർഗാനിക് വേസ്റ്റ്, അതെടുത്ത് കുഴിച്ചിടണം. 1 is for റീസൈക്കിൾ വേസ്റ്റ്, അത് ഒരാഴ്ച കൂടുമ്പോൾ ആരെങ്കിലും വരും. പിന്നെ നാപ്പി പാഡ്സ് ഒക്കെ, അയ്യോ അത് ആരും എടുക്കത്തില്ല. ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും? തലേ വെക്കോ? ലൈക്ക് ഇറ്റ് ഈസ് സോ ഡിഫിക്കൾട്ട്. ഇവിടെ നമ്മൾ ഒന്നും ആലോചിക്കേണ്ട, 2 ബിന്നുണ്ട്, റീസൈക്കിൾ ബിൻ ആൻഡ് ജനറൽ വേസ്റ്റ് ബിൻ. അത് കറക്റ്റായിട്ട് സാധനം ഇടുക, ഒരാഴ്ച കൂടുമ്പോഴത്തേനും ട്രക്ക് വന്ന് കൊണ്ടുപോകും. വി ഡോണ്ട് ഈവൻ ഹാവ് ടു വെറി അബൌട്ട് ഇറ്റ്. ലൈക്ക് പിന്നെ വലിയ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ടിപ്പ് കളക്ഷന് നമുക്ക് ഓർഗനൈസ് ചെയ്താൽ മതി, ട്രക്ക് വന്ന് അത് കൊണ്ടുപോയിക്കോളും. സോ ദോസ് തിങ്സ് ആർ സോ മച്ച് ഈസിയർ. നാട്ടിൽ അതൊക്കെ ഭയങ്കര പാടാണ്. And yeah, so that is another thing I think that definitely needs to be looked into, because waste management, മനുഷ്യരുണ്ടായാൽ വേസ്റ്റ് ഉണ്ടാകും. ആ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് the authorities have to find a solution. ഇപ്പൊ എനിക്ക് നാട്ടിൽ തോന്നിയിട്ടുള്ളത്, നമുക്ക് നല്ല പൈസ ഉണ്ടെങ്കിൽ, നല്ല പൈസ എന്ന് പറഞ്ഞാൽ വെരി വെൽ ഓഫ് ആണെങ്കിൽ നാട് തന്നെയാണ് സുഖം. ബിക്കോസ് നമുക്ക് അവിടെ ഹെൽപ്പ് ഉണ്ട്, നമുക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ട്, that familiarity is there, all of that is definitely there. പക്ഷെ അതിന് നല്ല പൈസ തന്നെ വേണം, പൈസയ്ക്ക് പൈസ തന്നെ വേണം. കാരണം അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പല ഇൻകൺവീനിയൻസസ് നമുക്കത് ഇൻകൺവീനിയൻസ് ആയിട്ട് വരുന്നില്ല. ഇപ്പൊ ട്രാഫിക് ഒരു പ്രോബ്ലം ആണ്. ഇഫ് യു ഹാവ് എ ഡ്രൈവർ, ദ ഡ്രൈവർ ഇസ് ഡ്രൈവിംഗ് യു, സോ ഇറ്റ്സ് ഓക്കെ. അതുപോലെ തന്നെ ഫുട്പാത്ത് ഇല്ല, യു ക്യാൻ ഗോ ടു ലൈക്ക് എ പ്രൈവറ്റ് എക്സസൈസ് ഏരിയ ആൻഡ് യു ക്യാൻ വർക്ക് ദേ. സോ നമുക്ക് ഡെയിലി ലൈഫിലുള്ള പല ഇൻകൺവീനിയൻസസും ഒത്തിരി പൈസയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് വരും. പക്ഷേ ഒരു ഡെയിലി ലൈഫ്, ഒരു ആവറേജ് ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ഒരു ഡെയിലി ലൈഫും ഡെയിലി കംഫർട്ടും അതാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതെങ്കിൽ, I would say Australia is better. So in short, which country is better? It really depends on what you want, what your lifestyle is, what you require. If affordability, familiarity and paise undengil naadana better. അല്ലെങ്കിൽ if daily life and independence and doing your own thing അതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ, എസ്പെഷ്യലി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ എവറിഡേ തിങ്സ്, അതാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഓസ്ട്രേലിയ ഇസ് ബെറ്റർ. ഫോർ മീ, I am always an Indian in heart. I think that is always going to be a part of me. Nobody can take that away. എൻ്റെ ഭാഷ, എൻ്റെ ലാംഗ്വേജ്, എൻ്റെ ലാംഗ്വേജ്, എൻ്റെ food, culture, the experiences I came from, that is always going to be a big part of me. And പല തവണയും ഞാൻ ആ ഒരു പോർഷൻസ് പലപ്പോഴും മിസ് ചെയ്യാറുണ്ട്. That is there for sure. But the other side is also there, because ഇവിടെ വന്നു കഴിഞ്ഞിട്ട് I have changed so much. My perspective has changed. പല സാധനങ്ങളും തെറ്റാണ്, അല്ലെങ്കിൽ ഓ മൈ ഗോഡ് വാട്ട് ആർ ദേ ഡൂയിങ് എന്ന് പറഞ്ഞ് വിചാരിച്ച പല കാര്യങ്ങളും എനിക്ക് പെർസ്പെക്റ്റീവ് ഇവിടെ കിട്ടാൻ തുടങ്ങി. സീ പീപ്പിൾ ആസ് ദേ ആർ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് ദെയർ beliefs are, what their culture is, lifestyle is, it doesn't matter. See a person as they are and appreciate the human in that person. അത് കുറേ കൂടി എനിക്കിവിടെ വന്നിട്ട് പറ്റി. കുറേ കൂടി ഇൻഡിപെൻഡൻസ് പഠിച്ചു. I started worrying less about what people are thinking about me. So it's definitely worked a lot in my favor as well. And of course the quality of life. ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എനിക്ക് പേഴ്സണലി നാട്ടിലായിരുന്നെങ്കിൽ ഒരിക്കലും കിട്ടില്ലായിരുന്നു, അതെനിക്ക് ഉറപ്പാണ്. അപ്പം ഐ എം എൻജോയിങ് ദാറ്റ്, ഐ എം എൻജോയിങ് ദോസ് ലക്ഷറീസ് ഫോർ ഷുവർ, ഡെഫിനറ്റ്ലി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. So yeah, it's end of day, it is a personal choice. Do what works for you, works for your family. But ee oru cheriya video, hope this has given you a little more insight on the way of life and my little analysis on it. Thank you for watching. Bye bye.